കമൻറ്റിൽ ഇട്ടിരുന്നാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിൽ ഡിസ്കസ് ഫർദർ. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ജസ്റ്റിഷ്യബിൾ ആണ്. വാട്ട് യു മീൻ ബൈ ജസ്റ്റിഷ്യബിൾ? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ഡയറക്റ്റ്ലി എവിടെ പോകാൻ പറ്റും? കോർട്ടിൽ പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾ 32 നമ്മൾ ആർട്ടിക്കിൾ 32 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഈവൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എവിടെ പോവാം? സുപ്രീം കോർട്ടിൽ പോവാം. അതായത് നോർമലി നമ്മൾ താഴെ തൊട്ട് മുകളിൽ പതുക്കെ കയറി അതായത് ലോവർ കോർട്ട്, ഹൈ കോർട്ട്, സുപ്രീം കോർട്ട്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ അപ്പീൽ പോവുക. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നുമല്ല ഇവിടുത്തെ ജസ്റ്റിഷ്യബിൾ. അതായത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി സുപ്രീം കോർട്ടിൽ പോകാനുള്ള റൈറ്റ് വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 32ന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ. ഇത് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. പ്രിയാമ്പിൾ പോലോ DPSP പോലോ ഒന്നുമല്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഷുർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. And next one is defended and guaranteed by Supreme Court. These are defended and guaranteed by സുപ്രീം കോർട്ട്. അതായത് ഇവിടെ ഓർത്തിരിക്കുക, ഞാൻ പറഞ്ഞില്ല ആർട്ടിക്കിൾ 32ന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോർട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സുപ്രീം കോർട്ടിൽ ഡയറക്ട്ലി പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? സുപ്രീം കോർട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡിഫെൻഡ് ചെയ്യുകയും ഗ്യാരണ്ടി ചെയ്യുകയും ചെയ്യുന്നത്. സുപ്രീം കോർട്ട് ഡിഫെൻസ് ആൻഡ് ഗ്യാരണ്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓർത്തിരുന്നാൽ മതി. ആർട്ടിക്കിൾ 32 നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ആൻഡ് ഇവിടെ ഓർത്തിരിക്കുക അടുത്തൊരു ഫീച്ചറാണ്, ഇറ്റ് ഈസ് നോട്ട് സാക്രോസാങ്ക്ട് ഓർ പെർമനന്റ്. അതായത് സാക്രോസാങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കാരണവശാലും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഇതുണ്ട് എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇത് മാറ്റാൻ പറ്റാത്തതെന്നൊന്നുമല്ല പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? അമെൻഡ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റും. അതായത് ഇതൊരു എന്താ പറയുക, സാക്രോസാങ്ക്ട് എന്ന് പറയുമ്പം നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ അമ്പലത്തിൽ പ്രതിഷ്ഠയിരിക്കുന്ന സാങ്ക്ടം സാങ്ക്ടോറം അല്ലെങ്കിൽ ഗർഭഗൃഹം എന്ന് പറയുന്ന റീജിയൻ ഉണ്ടല്ലോ, അവിടെ കയറുക എന്ന് പറയുന്നത് പല സമയത്തും എന്താണ് പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടത് പറയുന്നത്? ബിക്കോസ് ഈ റീജിയൻ സാക്രോസാങ്ക്ട് ആണ്, അല്ലെങ്കിൽ വളരെ പരിശുദ്ധിയുള്ള ഒരു സാധനമാണ്, കയറാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് നോട്ട് സാക്രോസാങ്ക്ട്, അല്ലെങ്കിൽ ഒരു ഫൈനൽ സാധനമൊന്നുമല്ല. ദിസ് ക്യാൻ ബി അമെൻഡഡ്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമെൻഡ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. ദീസ് ആർ നോട്ട് സാക്രോസാങ്ക്ട് ഓർ പെർമനന്റ്. ഫോർ എക്സാമ്പിൾ 44th അമെൻമെന്റിൽ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തിട്ട് എവിടെ കൊണ്ടുവന്നു? ആർട്ടിക്കിൾ 300A മൂവ് ചെയ്ത് അമെൻഡ് ചെയ്യാൻ പറ്റും. അമെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. ഈ ഫീച്ചേഴ്സിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ ഫീച്ചേഴ്സും കൂടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിലിംസിലും മെയിൻസിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് ഇമ്പാക്ട് ഓഫ് നാഷണൽ എമർജൻസി. അതായത് ഇത് ഓർത്തിരിക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കുക. എമർജൻസി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഇമ്പാക്ട് പഠിക്കുക. പക്ഷേ നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫണ്ടമെന്റൽ റൈറ്റ്സിന് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റീവ് ഇമ്പാക്ട് നമുക്ക് കാണാൻ പറ്റും. സിമിലർലി ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ലിമിറ്റഡ് ബൈ 31A, 31B ആൻഡ് 31C. ഈ 31Aയും Bയും ഫസ്റ്റ് അമെൻമെന്റിൽ കൊണ്ടുവരുന്ന 1-2 ആർട്ടിക്കിൾസ് ആണ്. വി ക്യാൻ ലേൺ സെപ്പറേറ്റ്ലി 31A, B, C. ഇത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 31Aയും Bയും ഒക്കെ കൊണ്ടുവന്നേക്കുന്നത്. നമുക്കത് സെപ്പറേറ്റ് നോക്കാം. ആൻഡ് ദീസ് ആർ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസിന് എന്തില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ല. മെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 33. ഇത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 34 എന്ന് പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി റൂൾ അല്ലെങ്കിൽ മാർഷ്യൽ ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഡയറക്ട്ലി എക്സിക്യൂട്ടബിൾ. നമ്മൾ നേരത്തെ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കണ്ടന്റ് ആണ് ഡയറക്ട്ലി എക്സിക്യൂട്ടബിൾ. അതിന്റെ മീനിങ് എന്താണ്? ഈ ഐഡിയ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ലോയുടെ ആവശ്യം ഇവിടെ ഇല്ല. ദർ ഈസ് നോ ഡിമാൻഡ് ഓർ റിക്വയർമെന്റ് ഫോർ അനദർ ലോ. ദാറ്റ് ഈസ് ദിസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട് എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഡയറക്ട്ലി പോയി ചോദിക്കാം, എൻ്റെ റൈറ്റ് ടു ഇക്വാലിറ്റി പോയി, ആർട്ടിക്കിൾ 14 പോയി. നിങ്ങൾ അവിടെ എന്ത് പറയണ്ട? ഒരു ആക്റ്റോ ലോയോ ഒന്നും പറയാം. ഇപ്പോൾ അൺടച്ചബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അൺടച്ചബിലിറ്റിക്ക് ലോ ഉണ്ട്. ആ ലോയെ നിങ്ങളിവിടെ കൂട്ടിയേണ്ട കാര്യമില്ല. അൺടച്ചബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ
or go to the Supreme Court. ഇതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചേക്കുക. ഈ ഫീച്ചേഴ്സ് കഴിഞ്ഞ് ഇനി നമുക്കിപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം കാണാൻ പഠിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ ഫീച്ചേഴ്സ് പഠിക്കുക എന്നുള്ള. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള 2 ആർട്ടിക്കിളാണ്, ആർട്ടിക്കിൾ 12ഉം 13ഉം. ഞാൻ നേരത്തെ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 to 35 ഇത്രയും ആർട്ടിക്കിൾസിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ ആർട്ടിക്കിൾ 12, ഒന്നാമത്തെ ആർട്ടിക്കിൾ 12 ആണ്. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത്, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്തിട്ട് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല, വയലേറ്റ് ചെയ്യാനും പാടില്ലെന്നാണ് നമ്മൾ ജനറലി പറഞ്ഞേക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡയറക്ട്ലി എക്സിക്യൂട്ടബിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 12 അഡ്രസ് ചെയ്യുന്നത്. ഇതിന്റെ ഡെഫിനിഷനാണ്. ആർട്ടിക്കിൾ 12 ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ആദ്യം ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 12 ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ഓർത്തിരിക്കുക, ഇത് വളരെ ബേസിക് ആണ്. ആർട്ടിക്കിൾ 12 ഡീൽസ് വിത്ത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ആണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അതേസമയം ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അവിടെ എന്താണ് ഡെഫിനിഷൻ ഓഫ് ലോ, ഏതൊക്കെയാണ് ലോ, ഏതൊക്കെ ലോ ആണ് ഇതിനകത്ത് വയലേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ, വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഐഡിയ ആണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. സെപ്പറേറ്റ് പഠിക്കാം. ഇപ്പോൾ നമ്മൾ വിൽ സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ 12. അപ്പോൾ ആർട്ടിക്കിൾ 12 പറയുന്ന ഒന്നാമത്തെ ഐഡിയ, ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. അതായത് സ്റ്റേറ്റിന്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ ആണ്. സ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ട്, ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് യൂണിയൻ ഗവൺമെന്റ്. ഇനി താഴെ നോക്കിയാൽ ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്സ്, വിച്ച് മീൻസ് ദാറ്റ് executive and legislative organs of state, and next one is all local authorities, that is municipalities, panchayats, district boards, improvement trust etc. ഇതെല്ലാം എന്തിന്റെ പാർട്ടാണ്, സ്റ്റേറ്റിന്റെ പാർട്ടാണ്, അല്ലെ സ്റ്റേറ്റിന്റെ കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് all other authorities, that is statutory or non statutory authorities including LIC, ONGC, SAIL etc. അതായത് PSUസും എന്താണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഒരു വെർഡിക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ വെർഡിക്റ്റിൽ പറയുന്നത് ദ പ്രൈവറ്റ് ബോഡീസ് പ്രൊവൈഡിങ് പബ്ലിക് സർവീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്, ഇപ്പോൾ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർവീസ് പറയുന്നത്, ഈ പ്രൈവറ്റ് ബസ്സസ് എന്താ ചെയ്യുന്നത്, ദേ ആർ പ്രൊവൈഡിങ് സർവീസസ്, അല്ലെ സർവീസസ് ആണ് കൊടുക്കുന്നത്. ഈ സർവീസസ് കൊടുക്കുമ്പോൾ അല്ലെ പബ്ലിക് സർവീസ് ആണ് കൊടുക്കുന്നത്, ഇവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ 3-4 കമ്പോണൻസ് ആണ് പറഞ്ഞത്. ഒന്ന് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തത് ഓൾ അതർ ഏജൻസീസ്, അതായത് PSUs ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എല്ലാം ഉണ്ട്. ആൻഡ് നാലാമത് സുപ്രീം കോർട്ടിന്റെ ഒരു വെർഡിക്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ബോഡീസ് ഗിവിംഗ് പബ്ലിക് സർവീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിചാരിക്കും ഇന്റർനെറ്റ്, ഇപ്പോൾ ജിയോയുടെ ഇന്റർനെറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക, എയർടെല്ലോ വോഡഫോണോ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ ഐഡിയ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ISPs എന്നുള്ള വിളിക്കുന്ന ഏജൻസി നമുക്ക് ഇന്റർനെറ്റ് സർവീസസ് നമുക്ക് തരുന്നു. ഈ ഇന്റർനെറ്റ് സർവീസസ് നമുക്ക് തരുമ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്, നമ്മുടെ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും എന്തുകൊണ്ടാണ്, ഇന്റർനെറ്റിൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ഉപയോഗിച്ച് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പല സമയത്ത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഈക്വലന്റ് ആയിട്ട്, അതൊരു റൈറ്റ് ടു ലൈഫിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും, ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ നാളെ ജിയോ പറയുവാണ് ആർക്കും ഞാൻ നെറ്റ് കൊടുക്കുന്നില്ല, ഇത് എന്തിനെ വയലേറ്റ് ചെയ്തു, എൻ്റെ റൈറ്റിനെ വയലേറ്റ് ചെയ്തു, ഞാൻ പൈസ കൊടുത്തെടുത്തൊരു സർവീസ് അവർ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുവാണ്, സ്റ്റോപ്പ് ചെയ്യുവാണ്. റീസൺസ് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷേ എന്നെ പുറത്താക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം ഞാൻ ഇന്ന റിലീജിയനിൽ പെട്ട ഒരാളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുവാണ്, എനിക്കിനി തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന റിലീജിയനിൽ പെട്ട ഒരാൾക്കും ഞാൻ കൊടുക്കുന്നില്ല എന്ന് ആര് തീരുമാനിക്കുവാണ്, ജിയോ തീരുമാനിക്കുവാണ്. ഡിസ്ക്രിമിനേഷൻ അല്ലേ, ഞാൻ പൈസ കൊടുക്കാൻ റെഡിയാണ്, പക്ഷേ
ജിയോ തരാൻ റെഡിയല്ല. അപ്പോൾ ഇവരും എന്തിൻ്റെ പാർട്ടായിട്ട് വരും? പ്രൈവറ്റ് ബോഡീസിൻ്റെ പാർട്ടായിട്ട് വരും. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ആരും വയലേറ്റ് ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് ബോഡീസ് ഗിവിംഗ് പബ്ലിക് സർവീസസ്, അവരും എന്ത് ചെയ്യാൻ പാടില്ല? ഈ റൈറ്റിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഇന്നത്തെ ലിസ്റ്റ് കിട്ടിയോ? 4